വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇവിടെ നിന്ന് നോക്കിയാൽ മല നല്ല പോലെ കാണാൻ പറ്റും. എന്ത് മനോഹരമായ കാഴ്ചയാണ്. അല്ല, അതേതാ കോട്ട? നമുക്ക് ചെന്നൊന്ന് നോക്കാം. ആ കോട്ടയുടെ അടുത്തേക്ക് ആരും പോകാറില്ല. എല്ലാവരും പറയുന്നത് ഏലിയൻസിന്റെ കോട്ടയാണെന്നാണ്. ഈ പറയുന്ന ഏലിയൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അതൊക്കെ വെറുതെയാ. അതുകൊണ്ട് നീ ഞങ്ങളെ കൊണ്ടുപോയേ പറ്റൂ. അയ്യോ, ഇത് വണ്ടി. എനിക്കിത് വണ്ടി വേണം. അയ്യോ, പേടിക്കണ്ട, ഞങ്ങൾ പിടിച്ചോണ്ട് വന്നോളാം. എന്റെ വണ്ടി ഇത്ര വേഗത്തിൽ ഓടുന്നത്? മമ്മി രക്ഷകനെ, മോട്ടുപത്ലു, നിങ്ങളത് എവിടെയാണ്? വണ്ടി ഡ്രൈവറിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ ചങ്കയിന്റെ ബ്രോ, നിങ്ങൾ എന്താ പതുക്കെ ഓടുന്നത്? വേഗത്തിലോട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വേനെ പിടിക്കാൻ പറ്റില്ല. അയ്യോ അയ്യോ, വേണ്ട. ഫ്ലൈയിങ് ഹെൽമെറ്റ് വെച്ചോണ്ടാണോ നീ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഓടിപ്പിക്കുന്നത്? ഹെൽമെറ്റ് പിടിച്ചോളൂ. പേടിക്കണ്ട, ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ട് എങ്ങനെ സംഭവിക്കുന്നത്. ഇത്തവണ ഞാൻ രക്ഷപ്പെടില്ല, ഉറപ്പാണ്. പോളിച്ചെടുത്തല്ല. മമ്മി, മോട്ടുപത്ലു, എന്നെ വേഗം രക്ഷിക്കണേ. വേഗം ഈ വണ്ടി ഒന്ന് നിർത്താൻ നോക്കേ. വേഗം വന്ന്, വേഗം വരൂ. രക്ഷിക്കണേ. രക്ഷിക്കണേ, വേഗം രക്ഷിക്കണേ. വേഗം എന്നെ രക്ഷിക്കണേ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഒരു ഡ്രൈവറില്ലാത്ത വാനിൽ ആദ്യമായിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നത്. രക്ഷിക്കണേ. മോട്ടുപത്ലു, വണ്ടി നിർത്താൻ. ഡോക്ടർ ജഡ്ക, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, ഒരു മിനിറ്റ്. എന്റെ അടുത്ത് ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ഈ ക്യാപ്സ്യൂള് കഴിച്ചാൽ നമ്മളെ കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഓടാൻ കഴിയും. അതെ. വേഗം വന്ന് ഓടി വായോ. വേഗം വേഗം എന്നെ പിടിക്കേ. അതെ, നിങ്ങളെങ്ങോട്ടായി ഓടിപ്പോന്നത്? എന്നെ രക്ഷിക്കൂ. ഞങ്ങൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കാലം നിൽക്കുന്നില്ലല്ലോ. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണം എന്നുള്ള ഐഡിയ എനിക്ക് തോന്നാതെ പോയല്ലോ. സ്പീഡായിട്ട് ഓടണം എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. കത്തിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി വരുന്നു, അത് തടയാ. എന്നെ പിടിക്കൂ, എന്നെ രക്ഷിക്കൂ. രക്ഷിക്കണേ. എവിടുന്നാണ് ഈ തീയൊക്കെ വരുന്നത്? വേഗം ഓടാ ഇവിടുന്ന്, വേഗം വരൂ, നമുക്ക് ഓടാം. എന്റെ അമ്മോ, ഇത് എന്തോന്നാണ്? മമ്മി, എന്റെ അമ്മോ, ഇതെന്താ തീപ്പൊട്ടത്തിന്റെ മഴയോ? അറ്റാക്ക്. അല്ല, ഈ അഗ്നിമഴ നിൽക്കുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ കണ്ടിട്ട്. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, എന്റെ അടുത്ത് ഇനിയൊരു ക്യാപ്സ്യൂളും കൂടി ഉണ്ട്. അത് ഇട്ടാൽ നമ്മളെ കൊണ്ട് പറക്കാനും പറ്റും. കാർ അകത്തേക്ക് പോയി. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. അല്ല, കാർ അകത്ത് പോയ ഉടനെ അഗ്നിമഴ നിന്നല്ലോ. അല്ല, എന്താ ഇത്? ഈ ഡയറക്ഷൻ എന്താ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് താഴേക്കാ പോകേണ്ടത്, മുകളിലേക്കല്ല.
വേണ്ട. വലിയേട്ടാ ഇതെന്താണ്? നമുക്കൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, എങ്ങോട്ടും തിരിയാനും പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാനും ഇതിനെ കുറിച്ച് ആലോചിച്ചില്ലല്ലോ. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും വരുന്നത് വരെ നമ്മളെ കൊണ്ട് വേറെ ഡയറക്ഷനിൽ തിരിയാൻ പറ്റില്ല. എന്റെ അമ്മോ, നമ്മളിപ്പോ സൂര്യന്റെ അടുത്തേക്ക് എത്തും. റോസ്റ്റഡ് ചിക്കൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ റോസ്റ്റഡ് ചിങ്കം ഒട്ടും സഹിക്കില്ല. മമ്മി, എന്റെ അമ്മോ, അത് എന്താണ്? അയ്യോ എന്താ നമ്മള് പെട്ടല്ലോ. ആദ്യം ഞങ്ങൾക്ക് ഞങ്ങളെ ചേട്ടനോട് ഒരു കാര്യം പറയണം. ഇപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. ചേട്ടാ മോട്ടു, നിങ്ങളുടെ ജോലി തീർന്നെങ്കിൽ വരൂ നമുക്ക് ഓടാം. അയ്യോ അമ്മേ, നിങ്ങളിങ്ങോട്ട് എത്തിയോ? വെൽക്കം വെൽക്കം. വെൽക്കം വെൽക്കം. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വലിയൊരു തെറ്റാണ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. അതെ, നിന്നെ പോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഏലിയൻസിന് ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഞങ്ങൾ മറ്റുള്ളവരെ പോലെ പേടിക്കുന്ന ടൈപ്പ് അല്ല. അഴിച്ചു മാറ്റ് നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രസ് ആദ്യം അഴിച്ചു മാറ്റാൻ. അഴിക്ക് 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 അഴിക്കാനല്ലേ പറഞ്ഞത്? അഴിക്ക് അഴിക്ക് അഴിക്കാൻ അഴിക്ക് 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 അഴിക്ക്. അല്ല, നീ ഇത് ഏത് ടൈപ്പ് ഡ്രസ്സാ ഇട്ടത്? എത്ര ഊരി മാറ്റിയാലും തീരുന്നില്ലല്ലോ. ഞങ്ങള് ഏലിയൻസ് തന്നെയാണ്. അതൊരിക്കലും സംഭവിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളൊരു സയന്റിഫിക് ഡ്രസ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, അതെ അതെ, അവരിട്ടിരിക്കുന്നത് സയന്റിഫിക് ഡ്രസ്സാ. മമ്മി, എന്റെ കൂട്ടുകാരനെ വിടാനാ പറഞ്ഞത്. നിങ്ങളെ കണ്ട നല്ല മനുഷ്യരെ പോലെ തോന്നുന്നു. ആക്ച്വലി ഞങ്ങളുടെ സ്പേസ് ഷിപ്പ് കേടായിരുന്നു. അത് ശരിയാവുന്ന വരെ ഞങ്ങൾ ഇവിടെ ആരെയും വരാൻ സമ്മതിക്കാറേ ഇല്ല. അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളുടെ വിവരങ്ങളൊക്കെ തിരിച്ചറിയും. അല്ല, സ്പേസ് ഷിപ്പ് എവിടെയാണ്? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എങ്കിൽ നോക്കൂ. ഓ, അപ്പൊ ഇതാണ് സ്പേസ് ഷിപ്പ്. എന്റെ വലിയേട്ടാ, നിങ്ങൾക്കിത് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇതൊക്കെ എന്ത് ചീള് കേസ്. അല്ല, ഞങ്ങൾ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ചങ്ക എന്റെ ബ്രോ, ഞാനൊരു തവണ ശ്രമിച്ചു നോക്കാന്നേ. ഇതാ സ്പേസ് ഷിപ്പ് പറക്കാൻ തയ്യാറായി. ഇത് സ്റ്റാർട്ടായല്ലോ. നിങ്ങളൊരു അടിപൊളി സയന്റിസ്റ്റ് ആണല്ലോ മോട്ടോജി, പത്ലൂജി. നിങ്ങൾ വന്ന ഉടനെ ഞങ്ങളുടെ സ്പേസ് ഷിപ്പ് സ്റ്റാർട്ടായി. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോവാലോ. നിങ്ങളെയൊക്കെ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോട് പൊറുക്കണം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും വെറുതെ വഴക്കിട്ടു. തെറ്റ് ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഞങ്ങളും സോറി പറയുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വേണം. നിങ്ങൾക്കത് തരാൻ കഴിഞ്ഞാലും. അതെ അതെ, തീർച്ചയായിട്ടും തരാന്നേ. നിങ്ങൾ ഏലിയൻസ് ഞങ്ങളുടെയൊക്കെ വിരുന്നുകാരാന്നേ. അതിഥി ദേവോ ഭവ. നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത് ഞങ്ങളുടെ സത്യമാണ്, അല്ലേ കൂട്ടുകാരെ? പിന്നെ പിന്നെ തീർച്ചയായിട്ടും കിട്ടും. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സയന്റിസ്റ്റ് ഡോക്ടർ ജഡ്കാരെ ഞങ്ങൾക്ക് തരൂ. ഞങ്ങളുടെ കയ്യില് കേടായിട്ടുള്ള കുറെ സ്പേസ് ഷിപ്പ് ഉണ്ട്, വെറുതെ കിടക്കുക. ഇദ്ദേഹം അത് പോയി റിപ്പയർ ചെയ്യും. ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ പോലൊരു വലിയ സയന്റിസ്റ്റിന്റെ ആവശ്യകതയുണ്ട്. അതെ, ഡോക്ടർ ജഡ്ക എവിടെ പോയി? അതൊന്നും പറ്റില്ല. മോട്ടു പത്ലു, ചങ്ക എന്റെ ബ്രോ, അവര് പറയുന്ന പോലെ ചെയ്യല്ലേ. എന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാ?
നമ്മളെല്ലാവരും അല്ലേ വാക്ക് കൊടുത്തത്. ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ പേര് ചീത്തയാവും. ഇറങ്ങി വരൂ. ഒന്ന് പോടോ, നിന്റെ ഒരു വാക്ക് എന്നെ കുറിച്ചൊന്ന് ആലോചിക്കുന്നേ. നിന്റെ സുഹൃത്തിനെ നിനക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറ. എന്റെ അമ്മോ, അതിനെന്താ കുഴപ്പം? ഞങ്ങള് 4 കൂട്ടുകാരുണ്ടല്ലോ. അല്ല, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളെ അല്ല ഞങ്ങൾ കൊണ്ടുപോണേ, നിങ്ങളുടെ ക്ലോണാണ് ഞങ്ങൾ കൊണ്ടുപോണേ. അത് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള ജോലി ചെയ്യും. സെയിം മെക്കാനിക്കലായിരിക്കും. ഒരു റോബോട്ടിനെ പോലെ ഞങ്ങളുടെ ജോലികളൊക്കെ ചെയ്യും. ഓഹോ, എന്നാ ശരി. ചേട്ടാ, എന്റെ ചങ്ങേന്റെ ബ്രോ, വളരെ നന്ദി. സത്യത്തിൽ നിങ്ങളാണ് വലിയ സയന്റിസ്റ്റ്. നിങ്ങൾക്ക് എന്റെ ആവശ്യം ഇല്ലെന്നേ. പക്ഷെ നിങ്ങളുടെ ബുദ്ധി ഞങ്ങൾക്ക് വേണമല്ലോ. ശരി, വാ, നമുക്ക് പോവാം. ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ എന്റെ ചങ്കേന്റെ ബ്രോ. നിങ്ങൾ എന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കിയല്ലേ? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിക്ക അവിടെ നിക്കാനല്ലേ പറഞ്ഞത്. ദേ കണ്ടില്ലേ, ഈ ഫോറസ്റ്റ് ഭയങ്കര കറുപ്പാണ്. കറുപ്പ് മരങ്ങളും ചെടികളും പഴങ്ങളും പൂക്കളും ഒക്കെ കറുപ്പാണ്. കണ്ടില്ലേ? ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്ലാക്ക് ഫോറസ്റ്റ്, അകത്തേക്ക് പ്രവേശനമില്ല. ചേട്ടാ, എന്റെ ചങ്ങേന്റെ ബ്രോ, നമ്മൾ അതിന്റെ അകത്ത് പോയി നോക്കിയാലെന്താ? എന്തുകൊണ്ടാണ് എല്ലാം ബ്ലാക്ക് ആയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്തിനാണ് സാർ നമ്മൾ അകത്തേക്ക് പോകുന്നത്? എനിക്ക് ആകെ പേടി തോന്നുന്നു. എന്റെ സുഹൃത്തെ, കുറച്ച് സമയം മാത്രമല്ലേ ഇതിനൊക്കെ വേണ്ടൂ. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. ഓടി രക്ഷപ്പെട്ടോ. അകത്ത് ഗോസ്റ്റ് ഉണ്ട്. ഡോണ്ട് ഗോ, ഡോണ്ട് ഗോ. അല്ല, ഗോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും പോയല്ലേ പറ്റൂ. ഡ്രൈവറേട്ടാ, ഇവിടുന്ന് പെട്ടെന്ന് പോ. എന്നെ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്. ഇവിടെ ഭൂതമുണ്ട്. അവരെല്ലാം കൂടി അകത്തോട്ട് പോയിരിക്കുകയാണല്ലോ. അവരെ കാണാനും കഴിയുന്നില്ല. ഈ സ്ഥലത്ത് ഇനി നിന്ന പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. വണ്ടി പെട്ടെന്ന് ഇവിടെ മുഴുവൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണല്ലോ. പക്ഷെ ഇതൊക്കെ എങ്ങനെ ബ്ലാക്ക് ആയത്? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 അനുഭവത്തിൽ ഇത്രയും ഭയങ്കരമായ കാട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ. മോട്ടോ, നമുക്ക് പോകാം, തിരിച്ചു പോകാം. പോയല്ലോ, ഞാൻ കണ്ടതാ. എന്റെ അമ്മോ, നമ്മൾ എവിടുന്നാ വന്നത് പോലെ ഓർമ്മയില്ല. എനിക്കിപ്പോ വഴി തപ്പാണ്. നമ്മള് ശരിക്കും കൊടുക്കുക. എന്റെ 20 അനുഭവത്തിൽ ഇത്രയും ഭയങ്കരമായ ശബ്ദം ഞാൻ കേട്ടിട്ടേ. എന്താ നിങ്ങളെല്ലാവരും വഴി തെറ്റി എത്തിയതാണോ? ഞാൻ വഴി കാണിച്ചു തരട്ടെ. അടുത്തേക്ക് വരരുത്. വായോ, വായോ, എന്റെ കൂടെ വരൂ. ഞാൻ നിങ്ങൾക്ക് വഴി കാണിക്കാം. താങ്ക് യു ഭൂതം ചേട്ടാ, ഞങ്ങൾക്ക് എല്ലാവർക്കും വഴി കാണിച്ചു തന്നതിന്. ഭൂതം ചേച്ചി, സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭൂതത്തിന്റെ നിയമമാണ് സത്യം. ഇതാ ഇപ്പൊ കണ്ടോ? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, മനുഷ്യന്മാര് വരുന്ന പോലെ തോന്നുന്നുണ്ട്. ദേ നോക്കിയേ, അവിടെ ഡോഗ്സിന്റെ ശബ്ദം കേൾക്കുന്നു. വേഗം വരൂ, വേഗം വരൂ. വരൂ, വരൂ, വരൂ. ഇതൊക്കെ ഭൂതങ്ങളുടെ പട്ടികളാണ്. നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. പ്രേതങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ ഡോഗുകളുടെ മുന്നിലാ കുടുങ്ങിപ്പോയത്. വേഗം കേറാ മരത്തില്.
കടിക്കലാണ് പൊട്ടി കടിക്കല് കടിക്കല് മമ്മി രക്ഷിക്കണേ കടിക്കല് മമ്മി വേണ്ട കടിക്കല് 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 എന്റെ അമ്മ യോ കടിച്ചു കടിച്ചു എന്നെ വല്ലാണ്ട് കടിച്ചു എന്നെ വല്ലാണ്ട് കടിച്ചു വേദനിപ്പിച്ചു കൈ ഇങ്ങോട്ടാ പത്തു. ചേട്ടാ എന്റെ ചങ്ങ എന്റെ ബ്രോ, നിങ്ങളെ കൊണ്ട് ഒരു മരം കയറാൻ പറ്റുന്നില്ലേ? മുറുകെ പിടിച്ചോ, പോ നമുക്ക് എല്ലാവർക്കും കയറാം. ഏട്ടാ നിങ്ങളുടെ കയ്യിൽ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ടായിട്ടും ഞങ്ങളോട് എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല? ഡോക്ടർ ജഡ്ക, താൻ എപ്പോ നോക്കാലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഡോക്ടർ ജഡ്ക, ഞങ്ങൾ നിങ്ങൾക്ക് ഇതിനൊരു പണി തരുന്നുണ്ട്. എന്താ പണിയെന്ന് അറിയോ? ദേ ഇവിടെ വെച്ച് തന്നെ തരാൻ പോകുന്നേ. എന്നാ പിടിച്ചോ. അയ്യോ, വേഗം വേഗം എന്നെ കടിക്കാൻ വരുന്നേ. വേഗം. ആ നന്നായി, ഇതും കറക്റ്റ് സമയത്താണ് നിന്നത്. അല്ല, നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കുന്നത്? എല്ലാരും വരൂ, ആഹാരം കഴിക്കാനുള്ള സമയമായിരിക്കുന്നു. എല്ലാരും വരൂ. അല്ല, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? വേഗം ഇവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധി. വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്റെ അമ്മ അല്ല, ഇത് ഏത് ലോക? അല്ല ഇവന്മാരെവിടുന്നാ വന്നേ? ഹേയ് ബാഡ് മാൻ, നിങ്ങൾ എങ്ങനെയാ അകത്തേക്ക് വന്നത്? എന്റെ കൃത്രിമ റോബോട്ട് ഭൂത് ഡോഗ്സും പിന്നെ വിച്ചിനെയും കണ്ട് നിങ്ങൾ പേടിച്ചില്ലേ? ഓടി രക്ഷപ്പെടാനായിരുന്നു ഞങ്ങൾ നോക്കിയത്, പക്ഷെ വിധി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കി. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ക്രിസ്റ്റൽ ബോളിനകത്തുള്ള പ്രേതവും ഈ ഡോഗുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയ റോബോട്ടാണെന്ന്. നിങ്ങൾ എല്ലാവരെയും പേടിപ്പിച്ച് എന്തിനാണ് കാട്ടിനകത്ത് നിന്ന് ഓടിപ്പിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയൂ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? There you are. ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിരുന്നു. ഞാനിവിടെ റിസർച്ച് ചെയ്യല്ലേ. പിന്നെ ഇവന്മാരെ പിടിച്ചകത്തിട്, ഓടാൻ സാധിക്കരുത്, അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാവും ഇവിടെ ഭൂതവും കുന്തവും ഒന്നുമില്ലെന്ന്. ഒരുപാട് പേടിപ്പിച്ച് കളഞ്ഞടാ നിങ്ങളൊക്കെ. ഇപ്പൊ കാണിച്ചു തരാടാ ഞാൻ ആരാണെന്ന്. നമ്മളോടാ കളി. എന്റെ അമ്മ. എടാ എവിടെ പോയടാ നിങ്ങളൊക്കെ? എവിടെ പോയി ഒളിച്ചിരിക്കുന്നത് പറ. ഒരുത്തനെ കാണുന്നില്ലല്ലോ. ഇതെന്തൊരു മറിമായമാണ്. എന്റെ അമ്മോ, അവന്മാരേതോ സ്പ്രേ അടിച്ചപ്പോ തൊട്ട് എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അമ്മോ, എവിടാടാ നിങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നത്? പത്തലു, നീ കണ്ടായിരുന്നോ അവരെ? അയ്യോ, വീട്ടിൽ തന്നെ തന്നു. എന്റെ പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. വേഗം ആവട്ടെ. ഐഡിയ. ഇപ്പൊ കണ്ടോ കളി? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. വരൂ, എന്റെ അടുത്തേക്ക് വരൂ. എടോ സയന്റിസ്റ്റേ, നീ ആയിട്ട് മുന്നിലേക്ക് വരുന്നു അതോ നിന്റെ ദേഹത്തും വെള്ളം ഒഴിക്കണോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട,
ഞാൻ പറഞ്ഞു തരാം എന്റെ ചേട്ടന്മാരെ, ഞങ്ങള് ഗുണ്ടകളൊന്നും അല്ല, ഞങ്ങള് മനുഷ്യന്മാരെ വെറുതെ പേടിപ്പിച്ചിട്ട് ഓടിക്കത്തേ ഉള്ളൂ. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ഞാൻ ഇവിടെ ഒരു റിസർച്ച് ചെയ്യാണ് എന്തുകൊണ്ട് ഈ കാട്ടിൽ എല്ലാം കറത്തിരണ്ടിരിക്കുന്നു. റിസർച്ചിന്റെ സമയത്ത് മനുഷ്യരെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാരും ഓടിച്ചു വിടാറുണ്ട്, ആരും തന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ. വലിയേട്ടാ, നിങ്ങളെ കൊണ്ട് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ കണ്ടുപിടിച്ചെന്നേ എന്റെ ചങ്ക, എന്റെ ബ്രോ. ഇവിടെയുള്ള മണ്ണിലെ കാർബൺ 15% ഉണ്ട്, നൈട്രേറ്റ് 10%, സൾഫർ 24%, ഹൈഡ്രോജൻ ഫോസ്ഫറസ് 5%, 17% ഓക്സിജൻ. ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. അതുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണ് ബ്ലാക്ക് കളറായിട്ടുള്ളത്. ഇത് പ്രത്യേകതരം ഒരു കോമ്പിനേഷൻ ആണ്. ആ കോമ്പിനേഷൻ മാത്രം ഈ സോയിൽ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒന്നും ബ്ലാക്ക് കളറായിട്ട് ഉണ്ടാവില്ല. ബ്രാവോ ബ്രാവോ ബ്രാവോ, യു ആർ എ ഗ്രേറ്റ് സയന്റിസ്റ്റ്. ഇതെല്ലാം വെറുതെ ടേസ്റ്റ് ചെയ്തേ പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടും ഞാൻ വിചാരിച്ചു ഞാൻ ഈ മിസ്റ്ററി സോൾവ് ചെയ്യാമെന്നും ലോകത്തിൽ എനിക്ക് വലിയൊരു പേരുണ്ടാക്കാമെന്നും. പക്ഷെ നിങ്ങളായിരുന്നു അത് സോൾവ് ചെയ്തത്, അതും വെറുതെ മണ്ണ് ടേസ്റ്റ് ചെയ്തത്. എന്റെ ചേട്ടാ, ഞങ്ങൾക്ക് ഈ പേരും പദവിയൊന്നും ആവശ്യമില്ലെന്നേ. നിങ്ങൾ ആദ്യം മുകളിൽ ഒരു റിസർച്ച് സെന്റർ ഓപ്പൺ ചെയ്യൂ. പിന്നെ ഡോക്ടർ ജഡ്ക പറഞ്ഞതുപോലെ അത് റിസർച്ച് ചെയ്ത് കൺഫേം ചെയ്യൂ. അതിനുശേഷം ലോകത്തിലുള്ള എല്ലാവരെയും വിളിച്ച് ഈ കാർഡ് എങ്ങനെ കറുത്തു എന്ന് പറഞ്ഞു കൊടുക്കൂ. അപ്പൊ നിങ്ങളുടെ പേരല്ലേ പുറത്തു വരൂ. നിങ്ങൾ ചെയ്യുന്ന ജോലികളൊക്കെ ശരിയാണ്, എന്നാൽ ചെയ്യുന്ന രീതികളുണ്ടല്ലോ എല്ലാം തെറ്റാണ്. എന്നോട് ക്ഷമിക്കൂ, ഇനി ഞാൻ ഒരിക്കലും ഈ കാട്ടിൽ വരുന്ന ടൂറിസ്റ്റിനെ പേടിച്ചോടിപ്പിക്കില്ല. ഐ ആം റിയലി വെരി സോറി. നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്, സത്യമായിട്ടും. താങ്ക് യു വെരി മച്ച് മോട്ടു ആൻഡ് പത്തലു. ലെറ്റ്സ് ഹാവ് പാർട്ടി. ഒരു വലിയ കേക്ക് ഉണ്ടാക്കൂ, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. വേണ്ട വേണ്ട വേണ്ട, ഏത് കളറിൽ വേണേലും കേക്ക് ഉണ്ടായിക്കോളൂ, പക്ഷേ ബ്ലാക്ക് കേക്ക് മാത്രം വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.